2026 അതായത് ഈ വർഷത്തെ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ചോർന്നു എന്നതാണ് ഏറ്റവും വലിയ വിഷമകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടല്ല നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നത്. നീറ്റ് ഇംപ്ലിമെന്റ് ആയതിനു ശേഷം ഇത് 4ാം തവണയാണ് നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നത്. അതിൽ 3 തവണ എക്സാം തന്നെ ക്യാൻസൽ ചെയ്തുകൊണ്ട് റീ എക്സാമിനേഷൻസ് നടത്തുകയും ഒരു തവണ എന്ത് ചെയ്തു, വളരെ വലിയ തരത്തിലുള്ള ലീക്ക് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല, ചെറിയൊരു സെന്ററിൽ മാത്രമാണ് പ്രോബ്ലം ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും വിദ്യാർത്ഥികളെ മാത്രം എലിമിനേറ്റ് ചെയ്തുകൊണ്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഏറ്റവും റീസെന്റ് ആയിട്ട് 2026 അതായത് ഈ വർഷത്തെ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ചോർന്നു എന്നതാണ് ഏറ്റവും വലിയ വിഷമകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നീറ്റ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി മാർക്കറ്റിൽ വിൽക്കുന്ന വലിയൊരു മാഫിയ ഇവിടെ വളർന്നു വരുന്നുണ്ടോ എന്നത് വലിയൊരു ചോദ്യമായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. സോ എനിഹൗ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ജൂൺ മാസം 21-ാം തീയതി 2026 നീറ്റിന്റെ പുതിയ എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻ എന്തായാലും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. എന്താണ് സത്യത്തിൽ ഇന്ത്യയിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ കാര്യത്തിൽ നടക്കുന്നത്? ഇത് നീറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജെഇയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ നെറ്റൊക്കെ പോലുള്ള എക്സാമുകളുടെയൊക്കെ കാര്യത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, പലതവണ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച എന്ന് പറയുന്ന വാർത്ത നമ്മൾ കാണുന്നതാണ്. പക്ഷേ അതിലൊന്നിലും എന്തില്ല, യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ലാതെ ഈ ഒരു കാര്യം നിർബാധം തുടരുകയാണ് എന്നതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മൾ നീറ്റിന്റെ ഒരു എൻറ്റയർ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നീറ്റിന്റെ ആദ്യമായിട്ട് നീറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ 2016 2016 എന്താണ് ഉത്തർപ്രദേശിലാണ് നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ എങ്കിൽ 2011 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു ഡിസ്പ്യൂട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സെൻറ്ററിൽ മാത്രം നടന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ ഒരു സെൻറ്ററിലുള്ള ആൾക്കാരെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യും, അവർക്കെതിരെ ക്രിമിനൽ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത്തരത്തിലൊരു പ്രോബ്ലം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ 2021 2021 ഈ ഒരു പ്രശ്നത്തിനകത്ത് സുപ്രീം കോടതി തന്നെ ഇടപെടുകയുണ്ടായി. അതിനുശേഷം 2021 സെപ്റ്റംബർ മാസം 12-ാം തീയതി വീണ്ടും റീ എക്സാമിനേഷൻ നടത്തുകയും ആ ഒരു വർഷത്തിൽ ഇന്ത്യയിലുള്ള മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, അതായത് നീറ്റിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സുകളുടെ കൗൺസിലിംഗ് തീരാനായിട്ട് ഏകദേശം എന്തായി 2022 ജനുവരി വരെയായി. കാര്യം 2021 സെപ്റ്റംബർ 12-ാം തീയതി എക്സാമിനേഷൻ, അത് കഴിഞ്ഞ് ഏകദേശം ഒക്ടോബർ അവസാനം റിസൾട്ട്. അങ്ങനെ എന്ത് ചെയ്തു, ആ വർഷത്തെ ആ ഒരു കൗൺസിലിംഗ് തന്നെ വളരെ എക്സ്റ്റെൻഡ് ആയി പോയി എന്നതാണ്. അതായത് ഈ പറയുന്ന എന്താണ് 10, 20 അല്ലെങ്കിൽ 50, 100 ആൾക്കാർ ചെയ്യുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ പേരിൽ ആ വർഷം എന്തായത് ഏകദേശം ഒരു 10 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ പഠനത്തെ ഏകദേശം 6 മാസം ബാധിച്ചു എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിനുശേഷം ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ 2024 2024 എക്സാമിനേഷൻ കഴിഞ്ഞപ്പോഴും എന്ത് ചെയ്തില്ല, പേപ്പർ ലീക്ക് എന്ന് പറഞ്ഞൊരു പ്രശ്നം എന്ത് ചെയ്തിട്ടില്ല, ഫൈൻഡ് ഔട്ട് ചെയ്യുന്നില്ല. അതിനുശേഷം റിസൾട്ട് വന്നതിന് ശേഷം ഫുൾ മാർക്ക് മേടിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ വന്നു. അങ്ങനെ എന്താണ് കുറേ കൺഫ്യൂഷൻസ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഇൻവെസ്റ്റിഗേഷനിലാണ് എന്ത് ചെയ്തേക്കുന്നത്, പേപ്പർ ലീക്ക് ഉണ്ടായി എന്നുള്ളൊരു കാര്യം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ എന്തായി, വീണ്ടും നീറ്റിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞു. അതിനുശേഷം എന്തായി, പേപ്പർ ലീക്ക് കണ്ടെത്തുന്നു. ജൂൺ 21-ാം തീയതി പുതിയ എക്സാമിനേഷൻ നടക്കാനായി പോവുകയാണ്. സത്യത്തിൽ ഇതിന്റെ ഉത്തരവാദികൾ ആരാണ് എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ ഇവിടെ റൈസ് ആവേണ്ടതുണ്ട്. കാര്യം വേറെ ഒന്നല്ല, ഈ ഒരു കഴിഞ്ഞ 3 തവണ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടായ സമയത്ത് ഇത് ചെയ്തവർക്ക് കൃത്യമായ രീതിയിലുള്ള ശിക്ഷാ നടപടികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം എഗൈൻ ആൻഡ് എഗൈൻ ക്രിയേറ്റ് ആവാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നോർമലായിട്ട് എന്ത് ചെയ്യുന്നത്, ക്രിമിനൽ കേസ് എടുക്കുന്നു, ഇവരെ അറസ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഇവർ സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിൽ എവിടെയെങ്കിലൊക്കെ ജാമ്യം മേടിക്കുന്നു, ഇവർ പോകുന്നു. ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെ നിർബാധ ഇവർ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതിന്റെ കോസ്റ്റ്, റീകണ്ടക്ട് ചെയ്യാനുള്ള കോസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന വ്യക്തികളുടെ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് എടുത്തൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്രിമിനൽ നടപടിയൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. സോ ഇനി 2026 ഇത്തരത്തിലൊരു പ്രോബ്ലം രാജസ്ഥാനിൽ നിന്ന് ഇത്തരം പ്രോബ്ലം ഉണ്ടാവുന്നു. രാജസ്ഥാനിൽ നിന്ന് കേരളത്തിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ വന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ സെല്ല് ചെയ്തിരിക്കുന്നു. അത് 20,000 മുതൽ 30 ലക്ഷം രൂപ വരെ സെല്ല് ചെയ്തു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു മെറിറ്റ് അടിസ്ഥാനത്തിൽ, അതായത് 3ഉം 4ഉം തവണയൊക്കെ റിപ്പീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ 1ാം ക്ലാസ് മുതൽ +2 വരെ ഡോക്ടർ ആവണമെന്ന് നിശ്ചയദാർഢ്യത്തോടുകൂടെ ഉറക്കമുളഞ്ഞ് പഠിച്ച് ആ ഒരു എക്സാമിനേഷൻ ഇത്രയേറെ വില കൊടുത്ത് വന്നിരുന്ന് എക്സാം എഴുതാതിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫ്രണ്ടിൽ ഈ പറയുന്ന 20,000 അല്ലെങ്കിൽ 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം ഒക്കെ കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ മേടിച്ച് ഇതിന് ഒരു തരത്തിൽ വിലയില്ലാണ്ട് എക്സാം എഴുതാൻ വന്നിരിക്കുന്ന ആൾക്കാർ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഒരു പൊട്ടൻഷ്യാലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വിഷമകരമായ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നോട്ടിഫൈ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് മാത്രമാണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്മൾ ഈ ഒരു പ്രശ്നങ്ങൾ അറിയുന്നത്. സോ ഇതിനകത്ത് ഈവൻ ഇപ്പോൾ ഇതിനകത്തൊരു രാജസ്ഥാനിലൊരു വിദ്യാർത്ഥി ഇതിനകത്ത് ഇൻവോൾവ് ആയി എന്ന് പറയുന്നുണ്ട്. ഈവൻ ഈ പറയുന്ന വിദ്യാർത്ഥി കഴിഞ്ഞ വർഷം ഈ ഒരു പ്രാക്ടീസിലൂടെയാണോ ജോയിൻ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ എനിഹൗ നീറ്റ് പോലുള്ള എക്സാമിനേഷൻസിൻ്റെ കാര്യം വരുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഗവൺമെൻറ് സൈഡിൽ നിന്ന് എന്തായാലും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻറ്റ് ചെയ്യുന്നത് മുതൽ അത് ഡെലിവർ ചെയ്യുന്ന
സ്ഥലം വരെ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികൾ മുതൽ അത് ഡെലിവർ ചെയ്യുന്ന എക്സാമിനേഷൻ ഹോൾ വരെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ കുറച്ചുകൂടെ കുറയ്ക്കാം. ഈ ഒരു എക്സാമിനേഷൻ നടത്താനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് അത്രയേറെ കോസ്റ്റ് വരുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മേ ബി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ജനങ്ങൾ മടിക്കുകയും ചെയ്യും. സോ എനിഹൗ കറൻ്റ്ലി നീറ്റിൻ്റെ എക്സാമിനേഷൻ ഒരുപാട് പഠിച്ചും ഒരുപാട് ഉറക്കമൊളിച്ചും ഒക്കെ എഴുതി അതിനുശേഷം നീറ്റിൻ്റെ എക്സാമിനേഷൻ ക്യാൻസലായി എന്ന വാർത്ത കേട്ട് വളരെ ടെൻഷൻ അടിച്ച് ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും. എന്നാലും ഒരു ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. സോ എനിഹൗ ജൂൺ മാസം 21-ാം തീയതി പുതിയ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം എഴുതാനായിട്ട് സാധിക്കും. ആദ്യം എഴുതി എല്ലാവർക്കും എക്സാം എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ എനിക്ക് എഴുതാൻ പറ്റുമോ ഇല്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. വളരെ നന്നായി തന്നെ എക്സാമിനേഷൻസ് കൊടുക്കുക. നിങ്ങൾ നേരത്തെ പെർഫോം ചെയ്തതിനേക്കാൾ വളരെ നന്നായി തന്നെ പെർഫോം ചെയ്യുക. ഇനി എന്തായാലും ഏകദേശം 2 മാസം നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയെന്ന് ചിന്തിച്ചോളൂ. അങ്ങനെ എന്ത് ചെയ്യുക, ഈ ഒരു ടൈം പീരീഡ് കൂടെ യൂസ് ചെയ്ത് നന്നായി പഠിച്ച് നന്നായി പെർഫോം ചെയ്ത്, നേരത്തെ നന്നായിട്ട് പെർഫോം ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായി ഇതിനെ കാണുക. ശരിയല്ലേ? അതായത് ഇപ്പോൾ ചില മിസ്റ്റേക്സ് അല്ലെങ്കിൽ ചില തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കൂടെ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ നേരത്തെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് ഇത് നന്നായി പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായി കൂടെ കണ്ടുകൊണ്ട് ഈ എക്സാമിനേഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും മികച്ച കോളേജുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കോഴ്സുകൾക്ക് തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സോ നീറ്റുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.